ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. ഒരു സി പ്രോഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സി പ്രോഗ്രാമിനകത്ത് 6 സെക്ഷൻസ് ഉണ്ടായിരിക്കും. എല്ലാ സി പ്രോഗ്രാമിലും 6 സെക്ഷൻസ് ഉണ്ടാവണം എന്നില്ല. പക്ഷേ ഒരു സി പ്രോഗ്രാമിന് 6 സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻസ് ഇതൊക്കെയാണ്: ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ, ലിങ്ക് സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ, മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ, സബ് പ്രോഗ്രാം സെക്ഷൻ. ഇത്രയും 6 സെക്ഷൻസ് ആയിട്ടാണ് ഒരു സി പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ എല്ലാ സെക്ഷൻസും മാൻഡേറ്ററി അല്ല. നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷനാണ്, മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഈ സെക്ഷൻസ് ഉണ്ടെങ്കിൽ നോർമലി അത് ഈ പറഞ്ഞ ഓർഡറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. നമ്മൾ ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതിയിരുന്നു നേരത്തെ. ആ ഹലോ വേൾഡ് പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു /സ്റ്റാറിനും //നും ഇടയ്ക്ക് നമ്മൾ കുറച്ച് കമൻസ് എഴുതി. ആ സെക്ഷനാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് കമൻറ്റ് ലൈൻസ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും നമുക്ക് എന്തും എഴുതാം. അത് എക്സിക്യൂട്ട് ചെയ്യാത്തൊരു പാർട്ടാണ്. അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആ ഭാഗം എക്സിക്യൂട്ട് ചെയ്യില്ല. അതെന്തിനാന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം എടുത്തു നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ എഴുതുക. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം എഴുതുന്ന ആളാരാണോ അയാൾ തന്നെയായിരിക്കും ആ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അത് ഫ്യൂച്ചറിൽ അയാൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാവാം അവിടെ എഴുതുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ ഈ പ്രോഗ്രാം ഇനി ഹാൻഡിൽ ചെയ്യാൻ പോണത് അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പോണത് വേറൊരാളായിരിക്കും. അപ്പോൾ അയാൾക്ക് ഈ പ്രോഗ്രാം എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ അറിയണം. അപ്പോൾ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനാണ് അവിടെ ഉണ്ടാവുക. നെയിം ഓഫ് ദി പ്രോഗ്രാം ഉണ്ടാവാം, പേർപ്പസ് ഓഫ് ദി പ്രോഗ്രാം, അതിൻ്റെ ഓർഡർ, ക്രിയേഷൻ ഡേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ എന്താണോ അറിയേണ്ടത് അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ യൂസ് ചെയ്യുക. Then next section, link section. The link section provides instructions to the compiler to link functions from the system library. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു സിക്ക് ഒരു റിച്ച് ലൈബ്രറി ഉണ്ടെന്ന്. ഈ ലൈബ്രറി എന്തിനാന്ന് വെച്ചാൽ ഈ ലൈബ്രറിയുടെ അകത്ത് കുറേ റീയൂസബിൾ കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് നമ്മൾ റീയൂസബിൾ ഫങ്ഷൻസ് എന്നാണ് പറയുക. ലൈബ്രറിയിലുള്ള ഫങ്ഷൻസിനെ നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുക. അതായത് ഫങ്ഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ടുഗെദർ പെർഫോം എ ടാസ്ക് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫങ്ഷൻസാണ് സിയുടെ സിസ്റ്റം ലൈബ്രറിയിൽ ഉണ്ടാവുക. അപ്പോൾ ലൈബ്രറിയിലുള്ള ഫങ്ഷനെ നമ്മൾ ലൈബ്രറി ഫങ്ഷൻസ് എന്നാണ് പറയുക. ഇത് ഫങ്ഷൻസ് 2 ടൈപ്പ് ഉണ്ട്: ലൈബ്രറി ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ലൈബ്രറി ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റം ലൈബ്രറിയിലുള്ള ഫങ്ഷന് ലൈബ്രറി ഫങ്ഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ലൈബ്രറിയിൽ ഫങ്ഷൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ഒരു ലൈബ്രറിയിൽ ബുക്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? എല്ലാ ബുക്കും കൂടെ നമ്മൾ ഒരുമിച്ചല്ല വയ്ക്കുക. ഓരോ ടോപ്പിക്കിൻ്റെ ബുക്ക് സെപ്പറേറ്റ് ഷെൽഫിലായിട്ട് വയ്ക്കും. അതെന്തിനാണ് അങ്ങനെ വയ്ക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബുക്ക് അതിനകത്ത് നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് സിയുടെ സിസ്റ്റം ലൈബ്രറിയുടെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇതിനകത്ത് കുറേ ഫയൽസ് ഉണ്ട്. അതിന് നമ്മൾ ഹെഡർ ഫയൽസ് എന്നാണ് പറയുക. അപ്പോൾ മുഴുവൻ ഫങ്ഷൻസും കൂടെ ഒരുമിച്ച് വെക്കാണ്ട് കുറേ ഹെഡർ ഫയൽസ് ആയിട്ടാണ് സിസ്റ്റം ലൈബ്രറിയിലുള്ളത്. അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഒരു ഹെഡർ ഫയലിന് എക്സാമ്പിളാണ് stdio.h. stdio എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഒക്കെയാണ് stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻ, ഒരു ഇൻപുട്ട് ഫങ്ഷനോ ഔട്ട്പുട്ട് ഫങ്ഷനോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഏത് ഹെഡർ ഫയലുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്? ഒന്ന് മാത്രമായിരിക്കില്ല, ഒരു പ്രോഗ്രാമിൽ പല ഹെഡർ ഫയൽസുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. ആ ഏത് ഹെഡർ ഫയലുമായിട്ടാണ് ലിങ്ക് ചെയ്യണതെന്ന് കമ്പൈലറിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് സെക്ഷൻ. അപ്പോൾ ഈ ലിങ്ക് സെക്ഷനിൽ ഉണ്ടാവുക #include ഡയറക്റ്റീവ്സ് ആണ്. അതായത് ഈ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിങ്ങനെയാണ് എഴുതുക: #include എന്നിട്ടൊരു ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ്, റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ്. നമ്മൾ
ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതിയപ്പോൾ നിങ്ങൾ കണ്ടതാണ് #include എന്ന് പറഞ്ഞിട്ട് stdio.h എന്ന് എഴുതിയിരുന്നു. അപ്പം അങ്ങനെ ഏതൊക്കെ ഹെഡർ ഫയലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം #include എന്ന് പറഞ്ഞിട്ട് ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ സെക്ഷൻ. ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംബോളിക് കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിഷൻ സെക്ഷൻ യൂസ് ചെയ്യുക. സിംബോളിക് കോൺസ്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മളത് പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ എന്തായാലും അതിനകത്ത് ഈ #include ഡയറക്റ്റീവ് പോലെ #define ഡയറക്റ്റീവാണ് ഡെഫിനിഷൻ സെക്ഷനകത്ത് ഉണ്ടാവുക. അത് സിംബോളിക് കോൺസ്റ്റൻറ്റ് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ദെൻ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കൂ. ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി വേരിയബിൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ ലൈബ്രറി ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിയുടെ സിസ്റ്റം ലൈബ്രറിയിലുള്ള ഫംഗ്ഷനാണ്, പ്രീ ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയാം. അതേസമയം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എഴുതുന്ന ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മളൊന്ന് ഡിക്ലെയർ ചെയ്യണം. ഇങ്ങനൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് പ്രോഗ്രാമിൽ, ആ ഫംഗ്ഷൻ്റെ പേര് ഇതാണ്, അങ്ങനെ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഇങ്ങനെയാണ് നമ്മളത് ഡിക്ലെയർ ചെയ്യുക. ഈ ഡിക്ലറേഷൻ എഴുതുക ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിലാണ്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്നൊക്കെ സംശയം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ്, ഇന്ന സ്ഥലത്താണ് ഇത് എഴുതേണ്ടത്, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിലാണ് എഴുതേണ്ടതെന്ന് മാത്രം പഠിക്കുക. ഇപ്പോൾ അത് എങ്ങനെയാണ് എഴുതുകയെന്ന് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ പഠിക്കും. ഇനി നെക്സ്റ്റ് സെക്ഷൻ മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അതായത് ഒരു C പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ടാവും. പക്ഷേ അറ്റ്ലീസ്റ്റ് വൺ ഫങ്ഷൻ ഉണ്ടായിരിക്കണം. ആ ഫങ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഒരു വൺ മെയിൻ ഫങ്ഷൻ സെക്ഷൻ എല്ലാ C പ്രോഗ്രാമിലും ഉണ്ടാവും. അതായത് ഒരു ഫങ്ഷൻ എങ്കിലും ഒരു C പ്രോഗ്രാമിൽ വേണം, അത് മെയിൻ ഫങ്ഷൻ ആയിരിക്കണം. ഈ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു തവണ C പ്രോഗ്രാമിൽ വരാൻ പാടില്ല. ഒരു പ്രോഗ്രാമിൽ ഒരു മെയിൻ സെക്ഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക മെയിൻ സെക്ഷനിലാണ്. നിങ്ങൾ ഹലോ വേൾഡ് പ്രോഗ്രാമിൽ കണ്ടതാണ് മെയിൻ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പണിംഗ് പാരന്തസിസ്, ക്ലോസിംഗ് പാരന്തസിസ്. ഇതിനകത്ത് പല വേരിയബിൾസൊക്കെ നമ്മൾ എഴുതും. അപ്പോൾ നോർമൽ പ്രോഗ്രാമിൽ നമ്മൾ എഴുതാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് മെയിൻ എഴുതുക. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലൈനിൽ നമ്മളൊരു ഓപ്പണിംഗ് കേളി ബ്രേസ് കൊടുക്കും. അത് കഴിഞ്ഞ് അതിന് താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് കേളി ബ്രേസ്. ഇങ്ങനെയായിരിക്കും ഒരു മെയിൻ ഫംഗ്ഷൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഓപ്പണിംഗ് കേളി ബ്രേസിലാണ്. ദെൻ ലോജിക്കൽ എൻഡ് ഓഫ് ദി പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ക്ലോസിംഗ് കേളി ബ്രേസ് ആണ്. പക്ഷേ ഇതിൻ്റെ താഴെ നമ്മൾ കുറേ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ ഇനി എഴുതും. അതിനൊക്കെ ഈ മെയിനിനകത്തുനിന്നാണ് കോൾ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, ഈ ബ്രാക്കറ്റിലാണ്, കേളി ബ്രേസിലാണ്. എൻഡ് ചെയ്യുക ഈ ക്ലോസിംഗ് കേളി ബ്രേസിലാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ സെക്ഷനകത്ത് രണ്ട് പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മെയിൻ ഫംഗ്ഷനകത്താണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത്. അതിന് രണ്ട് സെക്ഷൻസ് ഉണ്ട്, ഡിക്ലറേഷൻ പാർട്ട് ആൻഡ് എക്സിക്യൂട്ടബിൾ പാർട്ട്. ഡിക്ലറേഷൻ പാർട്ട് ഡിക്ലെയർസ് ഓൾ ദി വേരിയബിൾസ് യൂസ്ഡ് ഇൻ ദി എക്സിക്യൂട്ടബിൾ പാർട്ട്. അതായത് നിങ്ങൾ അൽഗോരിതംസ് ഒക്കെ എഴുതിയ സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ കുറേ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യും. A=5, B=10 ഇങ്ങനെയൊക്കെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിൾസ് നമ്മളൊരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് വേരിയബിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കമ്പൈലറിനോട് പറയണം ഏതൊക്കെ വേരിയബിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് എന്ത് ടൈപ്പ് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും. ആ ഡിക്ലറേഷനാണ് നമ്മൾ ഈ ഡിക്ലറേഷൻ പാർട്ടിൽ എഴുതാം. ദെൻ എക്സിക്യൂട്ടബിൾ പാർട്ട്. എക്സിക്യൂട്ടബിൾ പാർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ച്വൽ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് നമ്മൾ എക്സിക്യൂട്ടബിൾ പാർട്ടിലാണ് എഴുതുക. അപ്പോൾ ഈ എക്സിക്യൂട്ടബിൾ പാർട്ടിൽ അറ്റ്ലീസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി ഡിക്ലറേഷൻ ആൻഡ് എക്സിക്യൂട്ടബിൾ പാർട്ട് എൻഡ് വിത്ത് എ സെമിക്കോളൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു C പ്രോഗ്രാം എഴുതുമ്പോൾ C പ്രോഗ്രാമിലെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ്സും, അതിപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും സെമിക്കോളൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക.
അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒരു സെൻറ്റൻസ് എഴുതിയാൽ നമ്മളതിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് ഇടില്ലേ, അതിന് പകരം സിയിൽ ഒരു സെൻറ്റൻസ്, അതിന് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത് എൻഡ് ചെയ്യുക സെമിക്കോളൻ വെച്ചിട്ടാണ്. അപ്പോൾ സെമിക്കോളൻ ഇട്ടാലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞ് സെമിക്കോളൻ ഇട്ടിങ്ങനെ ശീലിക്കണം. ഓക്കെ, അത്രയാണ് മെയിൻ ഫംഗ്ഷൻ സെക്ഷനിലുള്ളത്. അങ്ങനെ മെയിനിൻ്റെ ഈ ക്ലോസിങ് കേളി ബ്രേസ് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ സബ് പ്രോഗ്രാം സെക്ഷൻ ഉണ്ടാവുക. സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിനകത്ത് സബ് പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഒരു പ്രോഗ്രാമിനകത്തുണ്ടെങ്കിൽ ആ ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ടാവുക ഈ സബ് പ്രോഗ്രാം സെക്ഷനിലാണ്. അപ്പോൾ ഇഫ് ദി പ്രോഗ്രാം വാസ് എ മൾട്ടി ഫങ്ഷൻ പ്രോഗ്രാം, അതായത് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ, ഒരു ഫങ്ഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഫങ്ഷൻസ് നമ്മൾ ഈ സെക്ഷനിലാണ് എഴുതുക. ആ ഫങ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. ഇനി ഒരു സി പ്രോഗ്രാമിന് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ 6 സെക്ഷൻസ് ഒക്കെ പറഞ്ഞു. പക്ഷെ നമുക്കൊരു സി പ്രോഗ്രാം എഴുതുമ്പോൾ ഇത് ഇതുപോലെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു അതിനകത്ത് നിർബന്ധമായിട്ടുള്ളൊരു ഫങ്ഷൻ മെയിൻ ഫങ്ഷൻ സെക്ഷനാണെന്ന്. മെയിൻ ഫങ്ഷൻ സെക്ഷൻ മാത്രം ഉണ്ടായാലും മതി ഒരു പ്രോഗ്രാമിൽ. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് മെയിൻ ഫങ്ഷനും ഉണ്ട്, ഇൻക്ലൂഡ് സെക്ഷനും, അതായത് ലിങ്ക് സെക്ഷനും പറഞ്ഞിട്ടുണ്ട്. വേറെ സെക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഈ പ്രോഗ്രാമിന് ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കി സെക്ഷൻസൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളാണ് stdio.h എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡർ ഫയലുണ്ട്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസൊക്കെ അതിനകത്താണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എഴുതുന്ന എല്ലാ പ്രോഗ്രാമിലും ഈ ഫങ്ഷൻ ഉണ്ടാവും കേട്ടോ, ഈ ഹെഡർ ഫയൽ ഉണ്ടാവും. അപ്പോൾ ആദ്യം #include stdio.h എന്ന് കൊടുത്തു. അതിൻ്റെ മീനിങ് stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലുമായിട്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനായിരിക്കും ലിങ്ക് ചെയ്യണത്? ഈ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്തുള്ള ഒരു ഫങ്ഷൻ നമ്മുടെ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫങ്ഷനാണ് ഈ printf എന്ന് പറയുന്നത്. അത് ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫങ്ഷനാണ്. അതായത് സം ഈക്വൽ ടു 30 എന്നെനിക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഫങ്ഷനാണ് printf എന്ന് പറഞ്ഞ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഫങ്ഷൻ ഈ printf ആയിരിക്കും. ഈ printf യൂസ് ചെയ്യുമ്പോൾ നമ്മൾ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി മെയിൻ എഴുതി ഇവിടെയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് മെയിൻ കഴിഞ്ഞിട്ടുള്ള ഈ കേളി ബ്രേസിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ മെയിനിനകത്ത് 2 സെക്ഷൻസ് പറഞ്ഞിരുന്നു, ഡിക്ലറേഷൻ പാർട്ട് ആൻഡ് എക്സിക്യൂട്ടബിൾ പാർട്ട്. ഇതാണ് നമ്മുടെ ഡിക്ലറേഷൻ പാർട്ട്. ഡിക്ലറേഷൻ പാർട്ടിൽ ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഡിക്ലറേഷൻ പാർട്ടിൽ നമ്മൾ പറയുക എന്തൊക്കെ വേരിയബിൾസാണ് ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പോണത്, അതിൻ്റെയൊക്കെ ഡേറ്റ ടൈപ്പ് എന്താണ്. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ടൈപ്പ് ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എ ബി സം അങ്ങനെ പറഞ്ഞ 3 വേരിയബിൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കോമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ്. ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ ഇൻറ്റ് എന്ന് പറയുക. അതായത് എ ബി സം ഈ 3 വേരിയബിൾസിനകത്തും ഇൻറ്റീജേഴ്സാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡിക്ലറേഷൻ എഴുതുക. ഇനി ഇത്രയും പോർഷൻസാണ് എക്സിക്യൂട്ടബിൾ പാർട്ട്, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആക്ച്വൽ കോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കുക, എ is equal to 10, ബി is equal to 20 എന്ന് എഴുതി. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അസൈൻ 10 to എ, ദെൻ അസൈൻ 20 to ബി. അതായത് ഇപ്പോൾ എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 20 ആണ് ഈ അസൈൻമെൻറ്റ് കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് സം is equal to a plus b. അതായത് എയിൽ 10 ഉണ്ട്, ബിയിൽ 20 ഉണ്ട്. അപ്പോൾ a plus b എന്ന് പറഞ്ഞാൽ 30 ആണ്. അസൈൻ ദിസ് എ പ്ലസ് ബി ടു സം എന്നാണ് സം ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതിയ അതിൻ്റെ മീനിങ്. അപ്പോൾ സമ്മിനകത്ത് 30 ഉണ്ട്. അതിനുശേഷം നമുക്ക് സം is equal to 30 എന്ന് പ്രിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ printf എഴുതിയിട്ടുള്ളത്. printfനകത്ത് എങ്ങനെയാണ് ഈ ഫോർമാറ്റ് എഴുതണമെന്നൊക്കെ ഈ മൊഡ്യൂളിൽ തന്നെ പറയും, printfൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിട്ടേൺ 0 കൊടുത്തിട്ടുണ്ട്. ഇത് മാൻഡേറ്ററി അല്ല, ഇത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ റിട്ടേൺ 0 എന്ന് പറയുന്നത് അതിൻ്റെ എക്സിറ്റ് കോഡാണ്. മെയിൻ ഫങ്ഷൻ്റെ എക്സിറ്റ് കോഡാണ് ഈ 0 എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. അപ്പോൾ ഇതെന്താണ്, എന്തിനാണ് യൂസ് ചെയ്യണമെന്നൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഇത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാർണിംഗ് കിട്ടും.
ഈ മെയിൻ ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു വാണിംഗ് കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ അത് എഴുതിയിട്ടില്ലെങ്കിലും പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ സി പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിൽ ഈ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി സെക്ഷൻസ് ഒക്കെ ഉള്ള പ്രോഗ്രാംസ് നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് പറയാം.